കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ ഒരു പെയിന്ററെ പാർക്കും കൊലപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അവനും മരിക്കുന്നതിന് മുന്നേ പാർക്കിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബോരിയെ കുറിച്ച് അറിയാം. പാർക്കും അയാളുടെ അനിയനുമായിട്ടുള്ള സംഭാഷണത്തിൽ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേലക്കാരിയുടെ ഒരു കുട്ടി ഇവരുടെ വീട്ടിൽ ഉറങ്ങുന്ന സമയം പാർക്ക് ഇതിനു മുന്നേ ആ കുട്ടിയെ കൊലപ്പെടുത്താനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുട്ടിയുടെ കാര്യമാണ് ജെയും ഇപ്പോൾ പറയുന്നത്. നീ കൊന്ന നിന്റെ അനിയന്റെ ഓർമ്മകളിൽ നിന്ന് എനിക്ക് ആ കാര്യം അറിയാമായിരുന്നു. പാർക്കും അതിശയിച്ചിട്ട്, ഞാനാണ് എന്റെ അനിയനെ കൊന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം? അതിന് ജെയും, കാരണം ഒരു പ്രാവശ്യം ഞാൻ നിന്റെ അനിയനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. പാർക്കും ആദ്യം ഒന്ന് ഷോക്ക് ആകുന്നുണ്ടെങ്കിലും ഇവൻ വെറുതെ എന്തൊക്കെയോ പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവനും ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജെയും അവിടെ ഉണ്ടായിരുന്ന CCTV ക്യാമറയിലേക്ക് നോക്കുന്നത്. അവന്റെ പ്ലാനും അത് തന്നെയായിരുന്നു. CCTV ക്യാമറയിൽ ഈ ഒരു പെയിന്ററിന്റെ മരണം റെക്കോർഡ് ചെയ്തതിനു ശേഷം പാർക്കിനെ നിയമപരമായി നേരിടാമെന്നാണ് അവനും ഉദ്ദേശിക്കുന്നത്. ശേഷം ആ പെയിന്റർ മരിച്ചത് കൊണ്ട് തന്നെ അവനും നരക കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡെത്തിനും അവൻ മനഃപൂർവ്വമാണ് ആ ഒരു കൊലപാതകം നടക്കാനായി അനുവദിച്ചത്. നമുക്കിനി അടുത്ത ജീവനിലേക്ക് പോയാലോ? അതിന്റെ ഡെത്തും നിന്റെ റിവഞ്ച് നീ അടുത്ത ജീവനിൽ എടുക്കാനായി പോവുകയാണോ? അതിനവനും, എന്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് പാപം ചെയ്താലും അത് നിന്നെ തേടി തന്നെ തിരിച്ചെത്തും. അതുകൊണ്ട് ഒരിക്കലും പാപം ചെയ്യരുത്. പക്ഷെ പണക്കാർ ചെയ്യുന്ന ആ ഒരു കുറ്റം അവർക്ക് ഒരിക്കലും ശിക്ഷയായി തിരിച്ചു കിട്ടുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ആ പാർക്കിന് അവൻ ചെയ്തത് എന്താണെന്ന്, അവൻ ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. ദൈവത്തിന് പോലും പറ്റാത്ത കാര്യമാണത്. നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു നിയമങ്ങൾ വെച്ച് തന്നെ അവന് ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും. ശേഷം ഡെത്തും അവനെ ഷൂട്ട് ചെയ്യുന്നു. അവനെ നോക്കുമ്പോ അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇവന്റെ മുന്നിലും ഓടുന്നുണ്ട്. അയാളെ പിന്തുടർന്നാണ് ജെയും ഇപ്പോൾ പോകുന്നത്. നോക്കുമ്പോ ഇതിനു മുന്നേ നമ്മളൊരു പോലീസുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അയാളുടെ ശരീരത്തിലാണ് ജയ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ആ പിന്തുടർന്ന ആളും ഓടി ഓടി വഴി തീർന്നത് കൊണ്ട് തന്നെ ജയെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ജയും അത് കണ്ടിട്ട് പേടിച്ചോടുന്നു. ആ സമയം ജൂനിയർ പോലീസുകാരൻ അവിടെ എത്തിയിട്ട് ആ പ്രതിയെയും കീഴടക്കുന്നുണ്ട്. പ്രതിയെ പിടിച്ചതിന് ശേഷം മറ്റേ പോലീസുകാരനോട് ജൂനിയർ പോലീസുകാരനും വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ അവനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടോ? നിങ്ങളുടെ ജീവിതം ഈ ഒരു ജോലിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പോലീസിന് നാണക്കേടുണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് പോലീസുകാരന്റെ ഓർമ്മകളും അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്റെ പേര് ആൻജിയോ, 42 വയസ്സുണ്ട്. എന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. അദ്ദേഹം പ്രതികളെ പിടികൂടുന്നതിന്റെ ഇടയ്ക്കാണ് മരിച്ചു പോയത്. എനിക്കും എന്റെ അച്ഛനെ പോലെ ഒരു പോലീസുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരിക്കൽ ആ ഒരു ആഗ്രഹവും നേടിയെടുത്ത് പോലീസുകാരനായി മാറിയതിനു ശേഷം അമ്മയുടെ അടുത്തേക്ക് ആ ഒരു സന്തോഷ വാർത്ത പറയുമ്പോൾ അമ്മയെ ഷോക്കാകുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചതുപോലെ മകനും മരിക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കുണ്ടായിരുന്നത്. അന്ന് അവർ തളർന്നു വീണതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാരനും അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, പ്രതികളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. എന്റെ സ്വന്തം ജീവൻ ഞാൻ തന്നെ സംരക്ഷിച്ചുകൊള്ളാം. അങ്ങനെ ആ രീതിയിൽ പോലീസുകാരനായിട്ടിരിക്കുന്ന സമയം സ്വന്തം കർത്തവ്യം മറന്ന് ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ പോലീസുകാരനെ കണ്ട് മറ്റു പോലീസുകാരും വളരെ തരം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അതിനെ എന്താ പറയാ, കിഴങ്ങൻ. അങ്ങനെയാ മറ്റു പോലീസുകാര് ആൻജിയോ അങ്ങനെയും കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അയാളുടെ അമ്മയും മരിച്ചു പോകുന്നു. ഒരിക്കൽ പാർക്ക് സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയതിന് ജൂനിയർ പോലീസുകാരനും അയാളോട് വാക്ക് തർക്കത്തിന് പോയിട്ടുണ്ടായിരുന്നു. അന്നും ജൂനിയർ പോലീസുകാരനെ തല്ലുന്ന കണ്ടപ്പോ ആൻജിയോങ്ങിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അയാളും കണ്ടു നിൽക്കുകയാണ് ചെയ്തത്. ശരിക്കും എന്റെ സ്വഭാവമായിരുന്നില്ല അത്. ഞാൻ ഒരിക്കലും അങ്ങനെയാകാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. ജയ്ക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഇതൊരു പാവം പോലീസുകാരനാണ്. ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാരണമാണ് ജൂനിയർ പോലീസുകാരനും നേരത്തെ അയാളെ വഴക്ക് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയം അയാൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായി ഒരു അടിപിടി നടക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ജയ് നോക്കുമ്പോ വളരെ പരിചയമുള്ള ഒരാളായിരുന്നു അത്. നമ്മളൊരു എപ്പിസോഡിൽ ജയ് ഒരു ഫൈറ്ററിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതല്ലേ? അയാളും ചെയ്യാത്ത ആക്സിഡന്റ് കേസിൽ ജയിലിൽ പോകേണ്ടി വന്നു. അയാളെ കൊലപ്പെടുത്തിയത് അയാളുടെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഒരുത്തനായിരുന്നു. അവനാണ് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ പണം താടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുത്തനെ അയാൾ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ജയ്യും അയാളുടെ അടുത്ത് പോയിട്ട്, കുറെ നാളായില്ലേ നമ്മളെ കണ്ടിട്ട്, കിം ജിയോ, നിങ്ങൾക്ക് കത്തി വെച്ച് കളിക്കുന്നത് വളരെ ഇഷ്ടമാണല്ലേ? എന്റെ അടുത്തും നീ അങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നല്ലോ. അത് കേട്ട് കിമ്മും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ജയ്യും, എന്റെ മുഖം ചിലപ്പോ വ്യത്യാസപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഞാനൊരിക്കൽ ചോ ടേസാങ് എന്ന ആളായിരുന്നു. അത് കേൾക്കുമ്പോ കിമ്മും, അവനെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ കൊലപ്പെടുത്തിയതല്ലേ? അത് കേൾക്കുമ്പോ ജയും, അത് കൊള്ളാലോ, നിന്റെ കൊലപാതകത്തെ കുറിച്ച് നീ തന്നെ എല്ലാവരോടുമായി തുറന്നു പറഞ്ഞല്ലോ. അപ്പോഴാണ് അവിടെ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാര് ക്യാമറ കൊണ്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കിമ്മും ശ്രദ്ധിക്കുന്നത്. ജയും കിമ്മിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. കിമ്മും ജയെ തുറച്ചു നോക്കുമ്പോ അവന്റെ തലക്കിട്ട് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. ജൂനിയർ പോലീസുകാരനും ഒന്നും മനസ്സിലാകുന്നില്ല. നേരത്തെ പ്രതികളിൽ നിന്നും ഓടി രക്ഷപ്പെടാറുണ്ടായിരുന്ന പോലീസുകാരൻ ഇപ്പതേ ഒരാളെ സാഹസികമായി അറസ്റ്റ് ചെയ്തു. അയാൾക്ക് അത് വിശ്വസിക്കാനായില്ല. ഈ ഒരു കാര്യം മറ്റുള്ളവരും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങ് വല്ലാതെ വൈറലാകുന്നു. ഇക്കാര്യങ്ങൾ ആ പോലീസുകാരനെ കിഴങ്ങനെന്ന് വിളിച്ച മറ്റു പോലീസുകാരും കാണുന്നുണ്ട്. അവരുടെ ചീഫും വരുമ്പോ ആ പോലീസുകാരന്റെ വീഡിയോ മറ്റുള്ളവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചീഫ് നോക്കിയിട്ട്, ഇത് ആൻജിയോങ്ങിനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരും, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് ആൻജിയോങ് തന്നെയാണ്. പക്ഷെ ചീഫ് അത് വിശ്വസിക്കുന്നില്ല. ന്യൂസ് ചാനലിലും ആൻജിയോങ് എന്ന പോലീസുകാരൻ സാഹസികമായി പ്രതിയെ പിടികൂടിയത് കാണിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ആ പോലീസുകാരനെ ഒരു ഹീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. ചീഫും എന്നാലും ആൻജിയോങ് ഇപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ജയും ജൂനിയർ പോലീസുകാരനും കൂടി മറ്റെവിടേക്കോ
കാറിൽ പോകുന്നത് കാണിക്കുന്നത്. ജൂനിയർ പോലീസുകാരനും ചീഫിനെ വിളിച്ച് പറയുന്നുണ്ട്, ഒരു സീരിയൽ കില്ലറിന്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അയാൾ ഒരു സസ്പെക്ട് ആണ്, കുറച്ച് തെളിവുകൾ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോവുകയാണെന്ന് പറയുന്നു. അപ്പോഴാണ് ജെയും മനസ്സിലോർക്കുന്നത്, എന്റെ പ്രതികാരം ഞാൻ ഇപ്പോൾ തുടങ്ങുകയാണ്. അപ്പോഴാണ് പാർക്കിനെ കാണിക്കുന്നത്. അയാളാണെങ്കിൽ പെയിന്ററിനെ കൊന്ന സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ സെക്രട്ടറി അവിടേക്ക് വരുന്നത്. അവളെ കാണുമ്പോ പാർക്കും അവളെ ഒന്ന് വല്ലാതെ നോക്കുന്നുണ്ട്. ഇന്നത്തെ ഡിന്നറിന് നീ എന്റെ കൂടെ വരുന്നോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഈയിടയ്ക്ക് ഞാനൊരു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയാലോ എന്ന് ചോദിക്കുമ്പോ ഇയാളെ പുറമെ നല്ലൊരു മനുഷ്യനായിട്ടാണല്ലോ എല്ലാരും കണക്കാക്കുന്നത്. സെക്രട്ടറിയും ഒരു മടിയും കൂടാതെ നമുക്ക് പോകാം എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും വിളിക്കുന്നത് അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പാർക്കും ഞാനിതുവരെ ഒരു പെൺകുട്ടിയുമായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല, റെഡി ആവാനായി അവളോട് പറയുന്നുണ്ട്. പുതിയൊരു ഇരയെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു പാർക്ക്. ആ സമയം ജെയും ആ ഒരു പെയിന്ററിന്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ജൂനിയർ പോലീസുകാരനും അയാളെ വഴക്കു പറയുന്നുണ്ട്, വാറന്റ് ഇല്ലാതെ ഒരാളുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അതിന് ജെയും ഇവിടുത്തെ ഓണർ എന്തായാലും ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മളിവിടെ കയറിയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ജെയും നേരെ പോകുന്നത് ആ CCTV ഇരിക്കുന്ന റൂമിലേക്കാണ്. അവിടെ പോകുമ്പോഴാണ് ആ പെയിന്ററിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സമയം ജിസുവിന് ഇവൻ വാങ്ങിക്കൊടുത്ത പേനയും അവൾ മരിക്കുന്ന സമയം പാർക്കിന്റെ കാറിലുണ്ടായിരുന്ന ആ ഒരു മെമ്മറി കാർഡും അവൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതവൻ കൈക്കലാക്കി വെക്കുന്നു. അതിനകത്ത് ആ പെയിന്റർ ആൾക്കാരെ കൊല്ലുന്ന വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ജൂനിയർ പോലീസുകാരനും അത് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ ആ പെയിന്ററിന് അയാൾ കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ജൂനിയർ പോലീസുകാരനും ഞാൻ പോയിട്ട് ഫോറൻസിക്കുകാരെ വിളിക്കാം എന്ന് പറഞ്ഞു പോകുമ്പോ ജെയും ഒരു ഫോൾഡറിൽ പാർക്ക് ആ പെയിന്ററിനെ കൊല്ലുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അത് മറ്റൊരു പെൻഡ്രൈവിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ലാപ്ടോപ്പിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇക്കാര്യം ജൂനിയർ പോലീസുകാരൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശേഷം മറ്റു പോലീസുകാരും ഫോറൻസിക്കുകാരും വന്ന് ആ ഒരു സ്ഥലമാകെ പരിശോധിക്കുന്നു. അവിടെ ബ്ലഡ് ചെയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കല് അവിടെ ആകെ പോലീസുകാരും സ്പ്രേ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പെയിന്റിങ്സിലും ആ ഒരു ഹാളിന്റെ തറയിലുമൊക്കെ അവരത് സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുമ്പോഴാണ് അവർ നിൽക്കുന്ന ആ ഒരു ഹാള് മുഴുവനും ആ ഒരു പെയിന്റിങ്ങിലും ബ്ലഡിന്റെ സ്റ്റെയിൻ അവർ കാണുന്നത്. അവിടെ മുഴുവൻ ബ്ലഡ് തന്നെയാണ്. പോലീസുകാരും അത് കണ്ട് വല്ലാതെ ഷോക്കാകുന്നു. ചീഫിന് ഒരു സംശയം, ഇവൻ തന്നെയാണോ ഇതൊക്കെ കണ്ടുപിടിച്ചതെന്ന്. അതുകൊണ്ട് തന്നെ ജയോട് അയാൾ പോയി സംസാരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ എനിക്കൊരു സംശയമുണ്ട്, നിങ്ങൾ ശരിക്കും ആൻജിയോങ് അല്ലല്ലേ? ജയും മനസ്സിലോർക്കുന്നുണ്ട്, ഇയാൾക്ക് ഇതെങ്ങനെ അറിയാമെന്നുള്ള. ചീഫും ശരിക്കും നിന്നെ പ്രേതം പിടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് മാജിക് ചെയ്യാൻ അറിയാമോ? എന്തായാലും കൊള്ളാം, നിന്റെ ഉള്ളില് ഒരു പോലീസുകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജയെയും അഭിനന്ദിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് പാർക്കും തന്റെ ഇരയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ജയും അവരുടെ കാറ് തടയുന്നുണ്ട്. ജയും നിങ്ങളല്ലേ പാർക്ക് എന്ന് ചോദിക്കുമ്പോ എന്റെ പേര് ആൻജിയോങ് എന്നാണ്. അപ്പോഴാണ് പാർക്കും അന്ന് ഇയാളെ പ്രശംസിച്ചിട്ട് പോയ കാര്യം ഓർക്കുന്നത്. ജൂനിയർ പോലീസുകാരനെ അടിക്കുന്ന കണ്ടിട്ടും ഇയാളെ പ്രതികരിച്ചില്ലല്ലോ. എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ഇവിടെ ഈ സ്ഥലം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കൊലപാതകം നടന്നിട്ടുണ്ട്. സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്, കുറ്റവാളികള് അവര് ക്രൈം ചെയ്ത അതേ സ്ഥലത്ത് തന്നെ വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. പാർക്ക് അത് കേട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അതെന്നോട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ലെന്നാണ് പറയുന്നത്. അതിന് ചെയ്യും അത് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കൊലപാതകയാകണ്ടെങ്കിൽ ഇപ്പോൾ ഈ വഴി പോകരുത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും സംശയിച്ചാലോ, നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. അത് മാത്രല്ല, നിങ്ങളുടെ കൂടെ വന്ന ആളിന്റെ പേരെന്ന് ഞാൻ ചോദിച്ചോട്ടെ? എന്റെ പേര് ലീഹ്യു ആണെന്ന് ആ പെൺകുട്ടിയും പറയുന്നുണ്ട്. എന്തിനാ എന്റെ പേര് ചോദിക്കുന്നതെന്ന് അവളും തിരക്കുമ്പോ ജെയും ഇതുവഴി പോകുന്ന ആൾക്കാരുടെ പേരും വിവരങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ചു വെക്കാറുണ്ട്. ഇനി അഥവാ നിങ്ങളെങ്ങാനും കാണാതെ പോവുകയാണെങ്കിലോ? ഇന്നത്തെ കാലത്ത് കില്ലേഴ്സിനെ ഒന്നും നമുക്ക് തിരിച്ചറിയാനേ സാധിക്കില്ല. സാധാരണ പോലെ ഇരിക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ രാക്ഷസനായിരിക്കും. ഇത് തന്നെ കുറിച്ചാണോ പറയുന്നതെന്ന് പാർക്കിനൊരു സംശയം. ഞാൻ പൊക്കോട്ടെ എന്ന് പാർക്ക് ചോദിക്കുമ്പോ ജെയും അതിന് സമ്മതിക്കുന്നു. ശേഷം പാർക്കിനും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ ആ പെൺകുട്ടിയെ വഴിയിൽ ഇറക്കി വിടുന്നുണ്ട്. ആൻജിയോങ്ങിനോട് ആ ഒരു പോലീസുകാരനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ഇവിടെ ജെയ്യെ എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാ ന്യൂസിലും അയാളെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പാർക്ക് ന്യൂസ് കാണുന്നുണ്ട്. ശരിക്കും ഈ പാർക്കാണ് ആ പെയിന്ററിനെ കൊന്നത്. അയാളുടെ ബോഡി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരു ഗ്യാങ്ങിന്റെ കയ്യിൽ അയാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ അയാളുടെ ബോഡി ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. പാർക്കും ആ ആൻജിയോങ്ങിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം, അയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം. ശേഷം ജെയും ഒരു മീഡിയക്കാരനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലാപ്ടോപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന പാർക്ക് നടത്തിയ കൊലപാതകം അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അയാളും ആ വീഡിയോ ഇന്നത്തെ ന്യൂസിൽ തന്നെ കാണിക്കാമെന്ന് ജയ്ക്കും വാക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയം ഇവിടെ സ്റ്റേഷനിലും സുപ്പീരിയർ വന്ന് മറ്റു പോലീസുകാരെ അഭിനന്ദിക്കുന്നുണ്ട്. ചീഫിനും പ്രൊമോഷൻ കൊടുക്കാന്നൊക്കെ സുപ്പീരിയറും പറയുന്നുണ്ട്. ആ സമയമാണ് ജയ് അവിടേക്ക് വരുന്നത്. ചീഫും സന്തോഷം കൊണ്ട് ജയ്യെ കെട്ടിപ്പിടിക്കുന്നു.